ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ്. പച്ച ചീരയുടെ തോരൻ. ഞാനിവിടെ ഇത്ര അളവിൽ ചീര എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് വരാം. ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ചെറിയ തണ്ടോട് കൂടിയാണ് അരിഞ്ഞിരിക്കുന്നത്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മൂത്ത തണ്ട് എടുക്കണ്ട, ചെറിയ ചെറിയ തണ്ട് ഉണ്ടാവില്ലേ, അതെടുക്കണം. ഇനി ഇതിൽ ചെയ്യേണ്ടത്, ഞാനൊരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടാൻ പാടില്ല, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീരയുടെ അളവ് നോക്കിയിട്ട് വേണം തേങ്ങ എടുക്കാൻ. തേങ്ങ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചീര റെഡിയായി വരുമ്പോൾ ചീര കുറച്ചൊന്ന് ഒതുങ്ങുമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ തേങ്ങ മുന്നിട്ട് നിൽക്കും, അപ്പോൾ നമുക്ക് ചീരയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തേങ്ങ ചീരയുടെ അളവിനേക്കാളും വളരെ കുറച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും അധികം ആവാൻ പാടില്ല, അപ്പോൾ ചീര റെഡിയാവുമ്പോൾ കുഴഞ്ഞു പോവും. വെളിച്ചെണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ സ്പൂണ്. പിന്നെ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാള എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി വേണമെങ്കിലും ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. കാരണം ചീരയ്ക്കും സവാളയ്ക്കും വേറെ വേറെ വേവാണ്. അപ്പോൾ അതുകൊണ്ട് സവാള ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ജീരകമൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തുള്ളി ഒന്നും അധികം ആവരുത്. ചീരയുടെ അളവ് നോക്കിയിട്ട് എല്ലാം വളരെ കുറച്ച് ചേർത്ത് കൊടുക്കണേ. വെളിച്ചെണ്ണ അധികം ആവേണ്ട. വെളിച്ചെണ്ണ അധികമായാലും ഇങ്ങനെ ചീരയൊക്കെ കുഴഞ്ഞു പോകും, കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ചീര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറച്ച് നേരം നമ്മൾക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇപ്പം ചേർക്കണ്ട, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചീര ഒന്ന് വാടൂലേ, അപ്പോഴാണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്താൽ ചീരയുടെ അളവ് ഒരു കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ചീര ഒന്ന് ഒതുങ്ങുമ്പോൾ നമുക്ക് ഉപ്പ് കൂടിപ്പോവും.
അതുകൊണ്ട് ഒന്ന് ചീര ഒന്ന് വാടി ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം അടിയെ നന്നായിട്ട് ഇളക്കുക. നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ചീരയിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ കഴുകിയൊക്കെ എടുക്കുന്നതല്ലേ, ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചീര ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചീരയുടെ കളറൊന്നും നഷ്ടപ്പെടാതെ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു തോരനായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ചുവന്ന ചീര ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചീര നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചീര നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചച്ചീരയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.